കേരള സ്റ്റോറി 2 ട്രെയിലർ കണ്ടു. ഇതിൻ്റെ പേര് ശരിക്ക് വർഗീയ ബോംബ് 2 എന്നായിരുന്നു ഇടേണ്ടിരുന്നത്. കാരണം ആ ട്രെയിലർ തുടങ്ങുന്നേരം മുതൽ അവസാനം വരെ മൊത്തം ഇതന്നെ പീസുകൾ കുത്തി അടച്ചിട്ട് ജനങ്ങളെ ഇത് കണ്ടാൽ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാൾ പോലും മറ്റുള്ള അവരുടെ എതിർഭാഗത്ത് നിൽക്കുന്ന മതവിഭാഗത്തിന് നേരെ രോഷം കൊള്ളുന്ന രക്തം ചൂടാകുന്ന രീതിയിലുള്ള കോപ്പാണ് നോർത്ത് ഇന്ത്യയിലുള്ള ഏതോ ഒരു ഫണ്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അവരുടെ പേര് പോലും പറയുന്നതോ നോക്കുന്നതോ അറപ്പുള്ള പരിപാടിയാണ്. കാരണം അത്രയും വലിയ സാധനമാണ് കുത്തി നടക്കുന്നത്. ബ്രിട്ടീഷുകാർ പണ്ട് 1947 ഇടുന്ന് ഓടിപ്പോകുമ്പോൾ തമ്മിലടിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്തു വെച്ചോ, എന്താണോ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അതിന്ന് അർത്ഥവത്താക്കുന്ന രീതിയിലുള്ള പുണ്ടത്തരമായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഡയറക്ടർമാരെ പറ്റിയിട്ട് എന്ത് പറയാനാണ്. പക്ഷേ നമ്മൾ ഇതിനെപ്പറ്റി ഈ ട്രെയിലറെ പറ്റി ചർച്ച ചെയ്തല്ലേ പറ്റൂ. കാരണം ഇപ്പോൾ യുവതലമുറ മൊത്തം ഇതിൻ്റെ പിറകെയാണ്. 2 ദിവസം കൊണ്ട് 5 മില്യൺ ആൾക്കാർ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശങ്ങളും ആൾക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാവും. അപ്പോൾ ഇപ്പോൾ ട്രെയിലറിൽ ഏറ്റവും ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ്. നമ്മളെ ഈ ഓക്കെ എടോ, ഇതുപോലുള്ള സീനുകൾ ശരിക്കും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇത് ഉണ്ടതോ ഇല്ലാത്തതോ നടന്നിക്കട്ടെ, ഇതുപോലുള്ള സീനുകൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. 2012 ഗുജറാത്തിൽ. ഇതുമല്ല, ഇതിനപ്പുറത്തെ സീൻ നടന്നിട്ടുണ്ട്. ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയെ 2 ഭാഗത്തുനിന്നും കൈയും കാലും പിടിച്ചു വെച്ചിട്ട് തൃശൂലം കൊണ്ട് കുടലിൽ കുത്തിക്കേറ്റിട്ട് കുട്ടിയെ പുറത്തെടുത്തിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വേറൊരു സംഭവം, സുപ്രീം കോടതിയിൽ വരെ എത്തിയ കേസ്, ഷർബാൻ ഒരു കേസിൽ ഒരു പെൺകുട്ടി സ്ത്രീ അവരുടെ 2 മക്കളെ ഇവരെ മുമ്പിൽ നിന്ന് മേലോട്ടേക്ക് തേങ്ങ നിലത്തറിഞ്ഞ് കൊടുക്കൂലേ, അതുപോലെ മേലോട്ടേക്ക് കയറിട്ട് താഴത്തേക്ക് വീണ് തല ഉടഞ്ഞിട്ട് കുട്ടികൾ മരിക്കുന്നത് കണ്ടു നിന്ന ഉമ്മ ഉള്ള നടന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ബീഫ് ഇങ്ങനെ കുത്തിക്കേറ്റുന്നത് ഇങ്ങനെ കയ്യും കല്ലും പിടിച്ചിട്ട് ആക്കിയിട്ട് ഇങ്ങനെ ഒരു ഘോഷയാത്രയാക്കി കാണിക്കേണ്ട സംഭവം എന്നല്ല. അതിലും വലിയ സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് അറിയുന്നൊരു കാര്യവും കൂടിയാണ്. പേഴ്സണലി ഞാൻ ഈ സീൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളത്, പണ്ട് നമ്മൾ ചെറുപ്പത്തിലൊരു പടം കണ്ടിട്ടുണ്ട്, കാലാപ്പനി. മോഹൻലാലിനെ ഇങ്ങനെ ബ്രിട്ടീഷുകാർ തടവറയിൽ കിടത്തിയപ്പോൾ അവിടെ കിടത്തി കയ്യും കാലൊക്കെ ഓഫീസേഴ്സ് പിടിച്ചു വെച്ച് നമ്മുടെ ഈ ഹിന്ദി സിനിമയിലൊക്കെ വില്ലനായിട്ടുള്ള അമരേഷ് പുരി എന്ന് തോന്നുന്നു അവിടുത്തെ ജയിലർ. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് അണ്ണാക്കിലൊരു നമ്മളെ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന പോലത്തെ നാളെല്ലാം കുത്തി വെച്ചിട്ട് നമ്മളെ നമ്പർ 2 കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ പോലെ നമ്പർ 2 സാധനം അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുക്കുന്നത്. ആരെ? മോഹൻലാലിൻ്റെ അണ്ണാക്കിൽ അടിച്ച് കയറ്റി കൊടുക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അന്ന് ആ സീൻ കണ്ടപ്പോൾ എത്ര ഡിസ്കസ്റ്റിംഗ് ആയിരുന്നു, അതിൻ്റെ 10 ഇരട്ടി ഡിസ്കസ്റ്റിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു കോപ്പിലെ സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. രണ്ടും സെയിം ആണ് ഏകദേശം. ഇവിടെ ബീഫാണ് കയറ്റുന്നത്, അടിച്ച് കയറ്റി കൊടുക്കുന്നത്. അന്ന് ബീഫിന് പകരം നമ്പർ 2 ആണ് അടിച്ച് കയറ്റി കൊടുക്കുന്നത്. എന്ത് തന്നെയായാലും രണ്ടും കൺസെപ്റ്റ് എനിക്ക് തോന്നിയ ഒരേ കൺസെപ്റ്റാണ്. അന്ന് അവിടെ ബ്രിട്ടീഷുകാർ ഉദ്ദേശിച്ചത് അതിന് മോഹൻലാൽ എന്തോ ഒരു വലിയൊരു ഉയർന്ന ജാതിക്കാരൻ, അവൻ്റെ അണ്ണാക്കിലേക്ക് ഈ സാധനം കയറ്റി കൊടുക്കും, നമ്മൾ നമ്പർ 2 കയറ്റി കൊടുക്കുന്നു പറഞ്ഞ പോലെ ഇന്നിവിടെ ഹിന്ദു പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് മുസ്ലിം വീട്ടുകാർ ആൾക്കാർ ബീഫ് അടിച്ച് കയറ്റി കൊടുക്കുകയാണ്. രണ്ടിടത്തും കൺസെപ്റ്റ് ഒന്ന് തന്നെയാണെന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് പേഴ്സണലി ഫീൽ ആകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിടത്തും അവർ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടത് വർഗീയ വിദ്വേഷം ഉണ്ടാക്കിയിട്ട് ഒരു ഭാഗത്തുനിന്ന് ഹിന്ദുക്കളും ഒരു ഭാഗത്തുനിന്ന് മുസൽമാരും തമ്മിലടിക്കണം. അപ്പം മാത്രമേ ഇവർക്ക് ഭരണം നടക്കൂ. ഭരണം സുഗമമായി നടക്കണമെങ്കിൽ അത് നടക്കും. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? സെയിം സംഭവം തന്നെ. ഇവർക്കും വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കണം, പൊരിഞ്ഞ അടി. വർഗീയത തമ്മിൽ, മതങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ, താഴ്ന്ന ജാതിയും ഉയർന്ന ജാതിയും തമ്മിൽ, പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ അടിച്ച് കൊന്ന് പരസ്പരം ചാവണം. അപ്പോഴാണ് ഗവൺമെൻറ്റിനൊരു റോളുള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് പരിപൂർണമായ മുതലെടുപ്പ് നടത്താനുള്ള സാധ്യത കണിയുന്നത് അപ്പോഴാണ്. അല്ലാതെ എല്ലാവരും സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിച്ചാൽ നിങ്ങൾ ചോദ്യം ചെയ്യുമല്ലോ. നിങ്ങൾ സിസ്റ്റത്തെ ചോദ്യം ചെയ്യും. ഹേയ് സാർ, ഇവിടെ എന്താ ജോലി ഇല്ലാത്തത്? ഹേയ് സാർ, ഇവിടെ എന്താണ് പട്ടിണി? ഹേയ് സാർ, നമ്മുടെ കുട്ടികളൊക്കെ ആരാ തട്ടിക്കൊണ്ടുപോകുന്നത്? സാർ, ഇവിടെ എന്താണ് ചികിത്സ കിട്ടാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പിരിക്കുന്ന GST അടക്കമുള്ള എല്ലാ പൈസയും, ടാക്സ് അടക്കുന്ന പൈസയൊക്കെ കൊണ്ടുപോയി നിങ്ങൾ എന്ത് കോപ്പാണ് കാണിക്കുന്നത് എന്നുള്ള സാധാരണക്കാരൻ്റെ ചോദ്യം വരാതിരിക്കണമെങ്കിൽ ഇവിടെ കലാപവും ലഹളയും ഉണ്ടാകേണ്ടത് ആരുടെ ആവശ്യമാണ്? സാധാരണക്കാരൻ്റെ ആവശ്യമാണോ അതോ മേലെ തട്ടിലിരിക്കുന്ന ജന്മി കുത്തക മുതലാളിമാരുടെ ആവശ്യമാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് നമ്മളാണ്. സാധാരണക്കാരായ രാവിലെ എണീച്ച് ജോലിക്ക് പോയി
ആ ജോലിക്ക് പോയി കിട്ടുന്ന ശമ്പളം കൊണ്ട് പിന്നെ ഈ ഗവൺമെന്റ് പറയുന്ന സകലമാന ബില്ലുകളും, വെള്ളത്തിന്റെ ബില്ല്, ഭക്ഷണത്തിന്റെ ബില്ല്, ഇലക്ട്രിക്കിന്റെ കറണ്ടിന്റെ ബില്ല്, പിന്നെ ഫോണിന്റെ ബില്ല്, ഇൻഷുറൻസ് ബില്ല്, ആ ബില്ല് ഈ ബില്ല് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ബില്ലുകളും, ഈവൻ മരണത്തിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ വില്ലേജ് ഓഫീസിൽ ബില്ല് കൊടുത്തുകൊണ്ട് പൈസ അടച്ചുകൊണ്ട് മേടിക്കുന്ന ഒരു സംവിധാനത്തിൽ ജീവിക്കുന്ന നമ്മൾ ഭരണത്തെ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ മെട്രിക്സിനെ ചോദ്യം ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ലൂപ്പിലായാൽ മാത്രം പോരാ, ഈ ലൂപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പരസ്പരം തല്ലണം. പരസ്പരം എന്തിൻ്റെ പേരിൽ തല്ലണം? നമ്മൾ ബീഫിൻ്റെ പേരിൽ തല്ലണം, നമ്മൾ ജാതിയുടെ പേരിൽ തല്ലണം, നമ്മൾ നിറത്തിൻ്റെ പേരിൽ തല്ലണം. ഈ തല്ല് കണ്ട് ആ തല്ലിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണകർത്താക്കൾക്ക് ഇവിടെ ഭരിക്കണം. ഇതാണ് സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചാൽ കേരള 2 സ്റ്റോറി ട്രെയിലറിൻ്റെ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ഇനി ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ സാധനം എന്താണെന്നുള്ളത് ഫുള്ള് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ഇതിൽ പറയുന്നത് എന്താ അറിയോ? अगले 25 साल में पूरा भारत एक इस्लामिक स्टेट होगा. पूरे भारत अगले 25 साल में വരാൻ പോകുന്ന 25 കൊല്ലത്തിൽ ഭാരതം മൊത്തം ഇസ്ലാമിക രാജ്യമാകാൻ പോവുകയാണ്. എടാ നീയല്ലേ എവിടുന്നാടാ വരുന്നത്? ഒരു ഉറുപ്പിന്റെ വിവരം ഉണ്ടെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പറയുമോ? എടാ 700 കൊല്ലം 700 years 700 സാൽ. ഓക്കെ, 700 കൊല്ലം ഇന്ത്യ മുഗൾ ചക്രവർത്തിമാർ, അതെല്ലാം ആരാന്നെല്ലാം അറിയോ? സ്കൂളിൽ പോയി നടന്നിയല്ലോ. അതായത് പിന്നെ നമ്മുടെ ഔറംഗസീബ്, ബാബർ, ഷാജഹാൻ എന്നിവ പറയുന്ന ചക്രവർത്തിമാരുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവരുടെ പരമ്പര ഇത്രയും ഇന്ത്യ ഭരിച്ചു 700 കൊല്ലം. മുഗൾ ചക്രവർത്തികൾ, മുസ്ലിങ്ങളായ മുഗൾ ചക്രവർത്തികൾ. എന്നിട്ട് ഇന്ത്യയുടെ മുസ്ലിം രാജ്യമായിട്ടില്ല. പിന്നെ അല്ലേ നിങ്ങൾ ഇവിടെ ഈ പറയുന്ന 2 ബീഫും കൊണ്ട് മുസ്ലിം രാജ്യം. എന്ത് തോന്നിവാസാണോ പറയുന്നത്? വിവരമില്ല, ലോജിക്കും ഇല്ല. ഇതൊക്കെ വിവരമില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടന്നിട്ട് ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന, കലയുടെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഇപ്പോൾ ഇമാതിരി സാധനങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ട്രെയിലറിൽ നെക്സ്റ്റ് പറയുന്നത് ഹംകോ ഓർ ലഡ്കിയാക്കോ പട്ടാക്കെ ലേക്കെ ആക്കെ ആനാ ചായേ. അവൻ്റെ അമ്മയുടെ തേങ്ങാക്കൊല പറയുന്നത് എന്താ വെച്ചാൽ ഇത്രയും ഇനിയും പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് നമുക്ക് മുസ്ലിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് മറ്റേതാക്കണം, മറിച്ചതാക്കണം. എടാ ഇതൊക്കെ നോർത്തിലുള്ള വിവരമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത, വീട്ടിൽ കരണ്ടില്ലാത്ത പാവങ്ങളായ മൃദുത്വവാദികളായ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അവരെ വർഗീയവാദികളാക്കി മാറ്റാൻ ചിലപ്പോൾ സഹായിക്കും. പക്ഷേ ഈ കേരള സ്റ്റോറി എന്നിട്ട് കേരളത്തിലേക്ക് ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ നിനക്കൊന്നും ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. കാരണം നിനക്കൊന്നും അറിയാത്തൊരു ചരിത്രം കൂടി പറഞ്ഞുതരാം. ഈ കേരളത്തിൽ 600 AD മുമ്പ് ഇവിടെ മുസ്ലിങ്ങളൊന്നും ഇല്ല, മനസ്സിലായില്ല? അതായത് 1500 കൊല്ലം മുമ്പ് സൗദി അറേബ്യയിൽ ഈ റസൂൽ നബി അവിടെ ഇത് നടത്തുമ്പോൾ, ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കുമ്പോൾ അവിടുന്ന് 3-4 ആൾക്കാർ കേരളത്തിലെത്തി, മനസ്സിലായില്ലേ? അവര് കൊടുങ്ങല്ലൂർ ഫസ്റ്റ് കേരളത്തിലെ പള്ളിയാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. കൊടുങ്ങല്ലൂർ പള്ളിയുണ്ട്. കൊടുങ്ങല്ലൂർ നമ്മുടെ പിന്നെ മാലിക് ദിനാറും സംഘവും നിർമ്മിച്ച പള്ളി. ഓക്കെ, അപ്പൊ അവരിവിടെ ഇസ്ലാം മതം മനസ്സിലാക്കാൻ വേണ്ടി, പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ 3-4 വന്നത്. അവര് വന്നപ്പോൾ അവരുടെ ജീവിത രീതിയും സാഹചര്യങ്ങളും കണ്ടിട്ട് അന്ന് നാട് ഭരിച്ചിരുന്ന രാജാവ് അവർക്ക് സ്ഥലവും സൗകര്യങ്ങളും പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടുള്ളത്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു സ്ഥലമായത്. ഇന്നും ഇവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഹിന്ദു ചെറുപ്പക്കാരെ കല്യാണം കഴിക്കുന്നുണ്ട്, ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ മുസ്ലിം വിഭാഗത്തിലെ ആൾക്കാരെ കല്യാണം കഴിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ രീതിയിലുള്ള കല്യാണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. ആൾക്കാർ അവരവർക്ക് ഇഷ്ടപ്പെട്ട ജാതിയും മതവും ബീഫും എല്ലാ കോപ്പും തിരഞ്ഞെടുക്കാനുള്ള സമ്പൂർണ്ണ സാക്ഷരതയുള്ള സ്ഥലമാണ് കേരളം. ബട്ട് ഇന്ത്യയിലായിപ്പോയെന്ന് മാത്രം കൊണ്ട് ഇവിടെ വന്ന് സാമ്പാറിൽ തിളക്കാൻ വരല്ലേ മക്കളെ. ഓക്കെ, see you in the next video. Bye.